ഹലോ, വെൽക്കം ടു എൻ്റെ പ്രയാണം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഐറ്റംസ് പനീറും പിന്നെ 4 സീയുമാണ്. ഈ 4 സി എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പനീർ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പനീറിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഫ്രൈ ആവും വേണം, എന്നാൽ ഇതിൻ്റെ കളറ് മാറരുത്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ സി, അതായത് ക്യാപ്സിക്കം ആഡ് ചെയ്യാണ്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കാണ്. പിന്നീട് രണ്ടാമത്തെ സി, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്. മൂന്നാമത് ക്യാബേജ്, വയലറ്റ് ക്യാബേജ്. അപ്പോൾ 3 സി ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ഇത് 3ഉം ആഡ് ചെയ്ത ശേഷം വീണ്ടും നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വാടി തുടങ്ങണം. ഇതിനകത്തുള്ള ഈർപ്പൊക്കെ നല്ലപോലെ വറ്റി ഇതെല്ലാം കൂടെ മിക്സായി നല്ലപോലെ വാടി പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മളിതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാണ് ഒരു 1/4 സ്പൂൺ ടൊമാറ്റോ സോസ്. അതിനുശേഷം വളരെ കുറച്ച് കുരുമുളക് പൊടി, 2-3 പിഞ്ച് ആവശ്യമുള്ളൂ. എരിവിനനുസരിച്ച് മാറ്റാം കേട്ടോ, അളവ് മാറ്റാം. പിന്നീട് അതേ അളവിൽ ഒരു 2-3 പിഞ്ച് ചിക്കൻ മസാലപ്പൊടി കൂടെ ആഡ് ചെയ്യണം. പിന്നീട് വേണ്ടത്ര സോൾട്ട്, അവരവരുടെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സായി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തും പിടിച്ച ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മീതേക്ക് നമ്മുടെ 4ാമത്തെ സി, അതായത് ചീസ് ആഡ് ചെയ്യാണ്. ചീസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല. ചീസിൻ്റെ ഇതുപോലെയുള്ള 4 ഷീറ്റ്സ് ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പാനും ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ചൂടിൽ ഈ 4 ചീസ് ഷീറ്റ്സും ഇനി മെൽറ്റായി തുടങ്ങും. ഈ ചീസ് ഷീറ്റ്സ് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചീസും നമ്മുടെ വെജിറ്റബിൾസും പനീറും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ച ശേഷം ഇത് വീണ്ടും നമ്മൾ ചൂടാറാനായിട്ട് ഇതേ പാനിൽ തന്നെ മാറ്റി വയ്ക്കുകയാണ്. സോൾട്ടും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി സോൾട്ടഡ് ചീസാണ്. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്ത സോൾട്ട് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചീസ് സോൾട്ടഡ് ആണെങ്കിൽ ആദ്യം ആഡ് ചെയ്യുന്ന സോൾട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മുടെ 4 സീം ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ്? ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ചീസ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിംഗ്. ഇനി നമ്മൾ ബാറ്റർ റെഡിയാക്കുകയാണേ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, 1/2 സ്പൂൺ കോൺഫ്ലോർ, 1/2 സ്പൂൺ അരിപ്പൊടി, പിന്നെ 2 സ്പൂൺ കടലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ കാശ്മീരി ചില്ലി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ആക്ച്വലി ഇത് കുറച്ചുകൂടെ കട്ടിയായ നന്നായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഡിഷായതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാക്കിക്കൊള്ളൂ കേട്ടോ ബാറ്റർ. അപ്പോഴേക്കും നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന നമ്മുടെ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട്. ഇത് ഓരോന്നും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ നല്ല ഷേപ്പിൽ. ചീസൊക്കെ നന്നായി തണുത്തതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഇത് അത്രയും ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബോൾസ് എല്ലാം ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ എളുപ്പപ്പണിക്കായിട്ട് എല്ലാ ബോൾസും ബാറ്ററിൽ ആദ്യം തന്നെ മുക്കി വയ്ക്കുകയാണേ. അപ്പോൾ എനിക്ക് എടുത്ത് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട്. ആക്ച്വലി ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഓൾറെഡി ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് ബാറ്റർ കുറച്ചുകൂടെ തിക്കാക്കായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എൻ്റെ വെള്ളം കുറച്ച് കൂടി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ബോൾസും
ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് കൊടുത്തു. ഇനി ഈ ബോൾസ് എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്ക് വറുത്ത് കോരാം കേട്ടോ. പരസ്പരം ഒട്ടാതെ പതുക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇടാം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണേ. ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് നമ്മുടെ അകത്തുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ അകം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വറുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതും കൂടെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള 4C പനീർ പക്കോട ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, മൊരിഞ്ഞിരിക്കുന്നുണ്ട്. അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ഇട്ടുകൊണ്ട് അകത്താണ് വളരെ ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്യുക. നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.